ഈ യാർഡിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു കാറാണ് ഈ വാഗണർ 2010 ഡീറ്റെയിൽസ് എടുത്താലോ നമുക്ക്. ഇത് 2010 LXi ആണ് വരുന്നത്. 2010 LXi. AC പവർ സ്റ്റിയറിംഗ്. AC പവർ സ്റ്റിയറിംഗ്. പവർ വിൻഡോ ഉണ്ടാവില്ല. പവർ വിൻഡോ ഇല്ല, ഇതിനില്ല. ഓക്കെ. ഇത് 87,000 കിലോമീറ്റർ ഓടിയുണ്ട്. പക്ഷെ ആ ഒരു 87,000 അത്രയും കാണിക്കുന്നില്ല. കാരണം അതുപോലത്തെ സ്മൂത്ത് ആണ് വണ്ടി. പക്ക സ്മൂത്ത് വണ്ടിയാണ്. ഞാൻ ഓടിച്ചു നോക്കിയതാണ്. ഞാൻ അതാണ് ഓടിച്ചു നോക്കിയത് എടുക്കാൻ. പക്ഷെ ഞാൻ വരുന്ന കസ്റ്റമേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഇതിന് 2 വർഷം വരെ നമുക്ക് ലോൺ ചില കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട്. ലോൺ ഇപ്പൊ 2010 ആണെങ്കിലും ഒരു 24 മാസം വരെ നമുക്ക് ലോൺ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചിലപ്പോ 1 ഇയർ കിട്ടുള്ളൂ. ഇത് ഏകദേശം എല്ലാ പരിപാടി ഒന്നുമില്ല. ഇപ്പൊ ഒരു കസ്റ്റമർ ഇപ്പോൾ നമ്മുടെ യാർഡിൽ വണ്ടി എടുക്കണമെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലും കാര്യങ്ങളെല്ലാം നമ്മൾ മാറിയിട്ടാണ്. ഇനി ഒരു 16 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഓയിലും മറ്റേ കൂളന്റും കാര്യങ്ങളെല്ലാം മാറ്റിച്ചു. നമ്മൾ ആ ഒരു കണ്ടീഷനിൽ എല്ലാ വണ്ടിക്കും അതിനകത്ത് ആദ്യം എടുത്തു. 2010 വണ്ടിക്ക് 1 വർഷം ഗിയർ ബോക്സ്, എഞ്ചിന് ഗിയർ ബോക്സിന് 1 വർഷം അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ, 6 മാസത്തേക്ക് വരുന്നത് AC കംപ്രസർ, ഇലക്ട്രിക്കൽ പാർട്സ്, 4 സൂപ്പർ ടയർ ഉണ്ട് കേട്ടോ. RTO പ്രശ്നമില്ല, അത്ര പുറത്തേക്ക് തള്ളി നിൽക്കുന്നില്ല ടയർ. പക്ഷെ അടിപൊളി ടയറാണ്. ഏതാ മോഡൽ ഡീറ്റെയിൽസ് അറിയാം? ഇത് 2017 വണ്ടിയാണ്. 2017 താറ് ഏകദേശം ഒരു 19,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 19,000 കിലോമീറ്റർ ആകെ ഓടിച്ചുള്ളൂ. അതെ, ഡീസലാണ് വണ്ടി. എഞ്ചിനും ഗിയർ ബോക്സിനും ഒക്കെ 1 ഇയർ വാറന്റി കൊടുക്കും. എല്ലാം കൊടുക്കുന്നത് നമ്മൾ ഇവിടുത്തെ എല്ലാ വണ്ടിക്കും. ഇന്ന വണ്ടിക്കൊന്നുമില്ല, നമ്മളെ എല്ലാ വണ്ടികൾക്കും നമ്മൾ കൊടുക്കുന്നത്. അത്യാവശ്യം നല്ലൊരു എന്താ പറയാ ഒരു ഓഫ് റോഡിന് പറ്റിയ സാധനം കേട്ടോ. ഇത് AC ഉള്ളതാണത്. ഇത് ഏകദേശം ഒരു 795 റേറ്റ് വരുന്നത്. 7,95,000 രൂപ. അതെ, അത്യാവശ്യം മോഡിഫൈ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് വണ്ടി. എനിക്ക് തോന്നുന്നു അതിന്റെ പേപ്പറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് തോന്നുന്നു. എന്റെ RTOയിലും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതെ, ഇല്ലാതെങ്കിൽ പണ്ടേ അടിപൊളി ലുക്ക് ഉണ്ട് വണ്ടി. അടുത്ത നോക്കുകയാണെങ്കിൽ നമുക്കത് ഒരു ഇത് ട്രൈബർ നമുക്ക് ട്രൈബറൊക്കെ ഇത് ഏകദേശം ഒരു എല്ലാം 10,000 താഴെ ഓടിക്കുന്ന വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത് നമ്മുടെ കയ്യിൽ. എല്ലാ വണ്ടികളും 10,000 അതെ അതെ. ഇതിപ്പോ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഇത് 2020 വണ്ടിയാണ്. RXZ ആണ് വരുന്നത്. ഇത് ഏകദേശം ഒരു 16,000 കിലോമീറ്റർ അടുത്ത് ഓടിയുണ്ട്. 16 ഓടിയുണ്ട്. ഇത് ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. 738 ചോദിക്കുന്നത് വണ്ടി വില. 738. പിന്നെ വരുന്നത് അടുത്തത് ട്രൈബർ തന്നെയുണ്ട്. 2 ട്രൈബർ ഉണ്ട്. ഇത് 2021 വണ്ടി. ഏകദേശം ഒരു 8,000 കിലോമീറ്റർ വണ്ടി ഇത് ഓടിയുള്ളൂ. ഇത് പക്ഷേ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത് കേട്ടോ. ഇത് 756 ചോദിക്കുന്ന വണ്ടിയല്ല. ഫ്രണ്ട്സ്, ഇന്ത്യയിൽ ഇറങ്ങുന്ന എല്ലാ ബ്രാൻഡ് വണ്ടികളുടെയും സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ? അത്യാവശ്യം ഇപ്പൊ എല്ലാ വണ്ടികളും നമ്മൾ കയറി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഇനി കാരണം ഇതിപ്പോ അത്യാവശ്യം ഇപ്പൊ ഒരു 250-300 വണ്ടിക്കുള്ളിൽ ഇടാനുള്ള സ്ഥലമുണ്ട്. ഇതിപ്പോ ഏകദേശം ഇനിയും കയറാൻ കിടപ്പുണ്ട് വണ്ടികളെല്ലാം. ലീവ വരുന്നുണ്ട്, അതുപോലെ തന്നെ പോവുകയും ചെയ്തു. അതെ അതെ. പിന്നെ അതേ ഡസ്റ്റർ ഇത് 1 ടൺ ആണ്. ഇത് 2021 ഇത് പെട്രോൾ വണ്ടി. 36,000 കിലോമീറ്റർ ഓടിയുള്ളത്. ടർബോ പെട്രോൾ ഒരു 11 കുറവായിരിക്കും ഇതിന് അത്യാവശ്യം. കാരണം അത്യാവശ്യം ടർബോ ചെയ്തുകൊണ്ട് വണ്ടിയുടെ പുള്ളിങ് നല്ല ഒടുക്കത്തെ പുള്ളിങ്ങാണ് വണ്ടിയുടെ. ഇതിന്റെ ഒരു 11,12,000 ഒക്കെ അടുത്ത് വരുന്നുണ്ട്. ഇത് RXS 1.3 അത് സിയാസ് ആണ്. അത് ടോക്കൺ വണ്ടി ആയിക്കോളും മിക്കവാറും. സിയാസിൽ കുറെ വന്നതിൽ തന്നെ ടോക്കൺ ആയി പോകുന്നുണ്ട്. ഡീസൽ വണ്ടിയാണ്. പക്ഷെ അതിന്റെ ഏകദേശം റേറ്റ് എനിക്കറിയാം 8 സംതിങ് റേറ്റ് വരുന്നുണ്ട്. 8 സംതിങ് വരുന്നുണ്ട്. നിസാര കിലോമീറ്റർ ഓടിയല്ലേ, എനിക്ക് 40 സംതിങ് വണ്ടി ഇത് ഓടിയിട്ടുള്ളൂ. അതെ, ഇത് കസ്റ്റമർ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ തന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല. അപ്പൊ തന്നെ ഇതിന്റെ ഹൈബ്രിഡ് വരുന്നുണ്ട്. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഇത് ഹൈബ്രിഡ് വണ്ടിയാണ്. ഇത് ഏകദേശം 2019 വണ്ടി. 36,000 കിലോമീറ്റർ ഓടിയുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. 10,26,000 ടോപ്പ് എൻഡ് വണ്ടിയാണത്. ആൽഫയാണത്. അത്യാവശ്യം പെട്രോൾ ആണ്. ഇവിടെ ഡീസലാണ്. ഓട്ടോമാറ്റിക് ആണ്. വിത്തൗട്ട്. ആരോ ചോദിച്ചിട്ടുണ്ടല്ലോ. ഇത് ലിസ്റ്റിംഗിൽ വരുന്നുള്ളൂ. ഇത് എനിക്ക് വണ്ടി ആയിട്ടില്ല. ഏകദേശം ഇതെല്ലാം ഇപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആപ്പിൽ ആയിട്ടില്ല. ഇത് പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ആവും. നല്ലൊരു കണ്ടിട്ട് നല്ലൊരു ക്രൂസുള്ള പറഞ്ഞാണ്. CRDI എഞ്ചിൻ ഡീസൽ ആണ്. ഇത് പറഞ്ഞല്ലേ? ഇതും പറഞ്ഞ ബ്ലാക്ക് ഇതെന്തോ ടയറൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെ, ഇത് പുറത്തേക്ക് തള്ളുന്നൊന്നുമില്ല. ഇല്ല, കറക്റ്റ് ആണ്. കറക്റ്റ് രീതിയിൽ ചെയ്തതിന്റെ ഇത് അത്യാവശ്യം ഒരു മോഡിഫൈ ഒരു
ഇത് ഡീസൽ വണ്ടിയാണത്. ആണോ? എത്ര ഓടിയുണ്ട്? ഇത് 55 ഓടിയുള്ളത്. ആണോ? ഇതിന്റെ ഡീറ്റെയിൽസ് പറയൂ. ഇത് 8,10,000 ഇതിന്റെ വില വരുന്നത്. ഏതാ മോഡല്? ഇത് 2019 വണ്ടി. 2019 അല്ലേ? പുതിയ വണ്ടിയാണ്. പുതിയ വണ്ടി. അത്യാവശ്യം ഓട്ടം കുറവാണ്. ടോപ്പ് എല്ലാം അത്യാവശ്യം ടോപ്പ് വേരിയന്റാണ്. ലോൺ ഒരു 7 ലക്ഷം കിട്ടില്ലേ? ഇതിപ്പോ നിലവിലൊരു കസ്റ്റമർ ഇപ്പൊ ലോൺ ആയി കിടപ്പുണ്ട്. ഒരു 7 സംതിങ് ആയി കിടപ്പുണ്ട്. വണ്ടി ലുക്ക് മാത്രമല്ല പെർഫോമൻസും വേറെ ലെവലാണ്. മൈലേജ് ഉണ്ടല്ലോ ഡീസലിൽ. ഒരു രക്ഷയില്ല. അതല്ല 360 ക്യാമറ ഒക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 360 ക്യാമറ ഉണ്ട്. അതെ. അത് ഏകദേശം സെയിൽ ആയിണ്ടാവും അല്ലേ? ഏകദേശം സെയിൽ ആയി കിടക്കുന്നത്. അപ്പൊ ഹോണ്ട സിറ്റി 1-2 കാണുന്നുണ്ടല്ലോ. ഹോണ്ട സിറ്റി ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ്. ഹോണ്ട സിറ്റിയും ഇതുപോലെ തന്നെ കസ്റ്റമർ വരുമ്പോ തന്നെ വണ്ടി പെട്ടെന്ന് പോണ സെഗ്മെന്റിൽ കിട്ടുന്ന വണ്ടിയാണ് ഈ ഹോണ്ട സിറ്റി. ഇതൊക്കെ അത്യാവശ്യം ബുക്കിങ്ങും നമുക്ക് വരുന്നുണ്ട് വണ്ടികൾക്ക്. ഹോണ്ട സിറ്റി ഇത് വരുന്നത് ഇത് 2015 വണ്ടി വരുന്നത്. ഇതൊരു 99 അടുത്ത് ഓടിയുണ്ട്. 5,67 ചോദിക്കുന്നുണ്ട്. 5,67,000 ഈ ഹോണ്ട സിറ്റിയുടെ വിലയാണ്. 5,67,000. ഇനി സ്വിഫ്റ്റ് ഡീസൽ ഉണ്ടോ ഇവിടെ? സ്വിഫ്റ്റ് ഡീസൽ നമുക്കിപ്പോ നമ്മളവിടെ i20 കിടപ്പുണ്ട്. നമുക്കത് ഹാരിയർ ടോക്കൺ ലിസ്റ്റ് കിടക്കുന്ന വണ്ടിയാണ്. ടോക്കൺ ലിസ്റ്റ് ആണ്. എക്കോസ്പോർട്ട് ലിസ്റ്റ് കിടപ്പുണ്ട്. അടിപൊളി നമ്പർ കേട്ടോ. KL 22 രജിസ്ട്രേഷൻ ആണ്. ഇത് നമ്മുടെ കിടക്കുന്ന ലാസ്റ്റത്തെ വണ്ടിയാണ്. എക്കോസ്പോർട്ട് ആണ് ഇപ്പൊ കേറിയത്. എല്ലാ വണ്ടികളും ഒരിടക്ക് വരെ ഡിമാൻഡ് കുറവായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ പെട്ടെന്ന് എക്കോസ്പോർട്ടിന് കംപ്ലൈന്റ് കുറവാണ്. പക്ഷെ ആൾക്കാരുടെ ഒരു പേടിയായിരുന്നു ഇനി വണ്ടി നിർത്തി. അതെ അതെ. ഇപ്പൊ ഇത് ഏകദേശം 74,000 കിലോമീറ്റർ ഓടിയുണ്ട്. പെട്രോൾ വണ്ടിയാണത്. 2016 പെട്രോൾ ആണ്. 2016 പെട്രോൾ. 10+ വരുന്നത്. ഏകദേശം വില വരുന്നത് 5,46. ഹാരിയർ ഇതായി. അത് ഏകദേശം അത് ഫിനാൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നത്. നമുക്ക് i20 പോവാം. മൊത്തം അല്ല i20 എടുക്കുന്നത്. i20 പറഞ്ഞ പോലെ തന്നെ കുറെ അത് ഓട്ടോമാറ്റിക് ആണ്. അത് ടോക്കൺ ലിസ്റ്റ് കിടക്കുന്നത്. അത് 760 സംതിങ് എന്ന് വില വരുന്നുണ്ട് ഇതിന്. ഓട്ടോമാറ്റിക് ഇതൊക്കെ 7 ലാഖിന് അടുത്തുണ്ട്. ഇതൊക്കെ എല്ലാം ഫിനാൻഷ്യൽ നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടികളാണ്. കാരണം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോകുന്നതാണ്. ഇത് ഇപ്പൊ 2016 സ്പോർട്സ് ആണ് ഇത് വരുന്നത്. ഇത് പെട്രോൾ വണ്ടിയാണ് വരുന്നത്. ഇത് 74,000 കിലോമീറ്റർ ഓടിയുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. ഒരു 5,30 ചോദിക്കുന്നത് വില. 5,30. പിന്നെ വരുന്നത് നമുക്ക് i20. ഇപ്പൊ ഓൾമോസ്റ്റ് കുറെ വണ്ടികളെല്ലാം ടോക്കലാണ്. ഇപ്പൊ ഈ i20 ഇതൊക്കെ ടോക്കൺ ചെയ്തിറക്കാനാണ്. ഇപ്പൊ ഈ വണ്ടി അവൈലബിൾ ആണത്. ഇത് വരുന്നത് 2015 മാഗ്നയാണ് വരുന്നത്. 49,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഇതൊരു ഫസ്റ്റ് ഓണറാണ്. 5,07,000 ചോദിക്കുന്നത്. കാരണം ഇതിൽ നമുക്ക് ചില വണ്ടികൾക്ക് ഇപ്പൊ നമുക്ക് ഒരു കസ്റ്റമർ നമുക്ക് ഡിസ്കൗണ്ട് വയ്ക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് പറയാൻ പറ്റില്ല. കാരണം എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതാണ് അപ്പൊ പറഞ്ഞത്. ചില വണ്ടികൾക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും, എല്ലാ വണ്ടികൾക്കും ഉണ്ടാവില്ല. ചില വണ്ടികൾക്ക് അത് ഞാൻ പറയണത് അത് നമുക്കറിയാൻ പറ്റില്ല. കസ്റ്റമറിന് ഓൾറെഡി മെസ്സേജ് പോകുന്നത് നിങ്ങൾക്ക് ഇത്ര വണ്ടിക്ക് ഡിസ്കൗണ്ട് ഉണ്ട്, ജസ്റ്റ് നമ്മുടെ അവിടെ നിങ്ങളുടെ അഡ്വൈസർ ആണ് അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ മെസ്സേജ് ചെല്ലും കസ്റ്റമറിന് പേഴ്സണലായിട്ട്. ഇനി ഒരു കാര്യം ചോട്ടെ, ഇവിടെ ഏറ്റവും വില കുറഞ്ഞ വണ്ടി ഏതാണ്? ഏറ്റവും വില പറഞ്ഞതിൽ ഇപ്പൊ നമ്മളിൽ ഇപ്പൊ ഒരു വാഗനർ എടുപ്പുണ്ട്. വാഗനർ നമുക്ക് ആ സൈഡിലാണ്. അപ്പൊ ഇവിടുത്തെ ഈ യാർഡില് 10-250 കാറുണ്ട്. വില കുറഞ്ഞതിൽ എന്റെ ഒരു ഫേവറേറ്റ് വണ്ടിയും കൂടിയാണ് അതുപോലത്തെ വണ്ടി. നല്ലൊരു കാരണം നമ്മളൊരു വണ്ടി എന്താ പറയാ കുറഞ്ഞ വണ്ടിയാണ്, 2010 വണ്ടിയാണ്. പക്ഷെ നമുക്കൊരു മൈൻഡിലൊരു ഇത് വരുമല്ലോ. 2010 വാഗനറാണ് ആ സൈഡിലാണ് കിടക്കുന്നത് വണ്ടി. കാരണം ഭയങ്കര സ്മൂത്ത് ആണ്, വേറെ ഒച്ചപ്പാട് കൂടുതല. കാരണം അത് യൂസ് ചെയ്തേക്കണ ആള് അല്ല, ഓൾഡ് ഷേപ്പ് ആണ്. 2010 വണ്ടിയാണ്. റെഡ് വണ്ടി. അപ്പൊ ഇവിടെ ഏറ്റവും വില കുറഞ്ഞ ഈ യാർഡിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു കാറാണ് ഈ വാഗണർ 2010. ഡീറ്റെയിൽസ് എടുത്താലോ നമുക്കൊന്ന്. ഇത് 2010 LXi ആണ് വരുന്നത്. 2010 LXi. AC പവർ ഷെയറിംഗ്. AC പവർ ഷെയറിംഗ്. പവർ വിൻഡോ ഉണ്ടാവില്ല. പവർ വിൻഡോ ഇല്ല, ഇതിന് വന്നില്ല. ഓക്കെ.
ഇത് 87,000 കിലോമീറ്റർ ഓടിയുണ്ട്. പക്ഷെ ആ ഒരു 87,000 അത്രയും കാണിക്കുന്നില്ല. കാരണം അതുപോലത്തെ സ്മൂത്താണ് വണ്ടി. പക്കാ സ്മൂത്ത് വണ്ടിയാണ്. ഞാൻ ഓടിച്ചു നോക്കിയതാണ്. ഞാൻ അതാണ് ഓടിച്ചു നോക്കിയത് എടുക്കാൻ. പക്ഷെ ഞാൻ വരുന്ന കസ്റ്റമേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഇതിന് 2 വർഷം വരെ നമുക്ക് ലോൺ ചില കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട്. ലോൺ ഇപ്പൊ 2010 ആണെങ്കിലും ഒരു 24 മാസം വരെ നമുക്ക് ലോൺ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചിലപ്പോ 1 ഇയർ കിട്ടുള്ളൂ. ഇത് ഏകദേശം വരുന്നത് 1.83 ആണ്. 1.83. ഇത് എല്ലാ പരിപാടിയും ഒന്നുമില്ല. ഇപ്പൊ ഒരു കസ്റ്റമർ ഇപ്പോൾ നമ്മളോട് ചാടിന്ന് വണ്ടി എടുക്കണമെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലും കാര്യങ്ങളെല്ലാം നമ്മൾ മാറിയിട്ടാണ്. ഇനി ഒരു 16 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഓയിലും മറ്റേ കൂളന്റും കാര്യങ്ങളെല്ലാം മാറ്റിച്ചത്. നമ്മൾ ആ ഒരു കണ്ടീഷൻ എല്ലാ വണ്ടിക്കും അതിനകത്ത് ആദ്യം എടുത്തു. 2010 വണ്ടിക്ക് 1 വർഷം ഗിയർ ബോക്സ് എഞ്ചിന് ഗിയർ ബോക്സിന് 1 വർഷം അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ. 6 മാസത്തേക്ക് വരുന്നത് എസിയുടെ കംപ്രസർ, ഇലക്ട്രിക്കൽ പാർട്സ്, സ്റ്റിയറിംഗ് എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും. ആ ഒരു ധൈര്യത്തിൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാം കേട്ടോ. അതാണ് ഇതിന്റെ എന്താ പറയാ ഒരു അഡ്വാൻറ്റേജ്. അതെ, നമുക്ക് അതല്ല പിന്നെ കസ്റ്റമർക്ക് വേറെ കസ്റ്റമർക്ക് ഇഷ്ടപ്പെടാമെങ്കിൽ നമുക്ക് 7 ഡേയ്സിനുള്ളിൽ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. അതെ, അതിപ്പോ അതാ പറഞ്ഞ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് 7 ഡേയ്സിനുള്ളിൽ 500 കിലോമീറ്റർ. എന്ന് വെച്ചാല് വണ്ടി ഇപ്പൊ എങ്ങനെ കൊണ്ടുപോയോ അതുപോലെ തന്നെ കൊണ്ടുവരണം. ഇപ്പൊ കൊണ്ടുപോയിട്ട് മോഡിഫൈ ചെയ്യാണ്ട് സ്ക്രാച്ച് ഒന്നും ചെയ്യാണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് റിട്ടേൺ എടുക്കും. എത്ര എമൗണ്ട് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് അയക്കുന്നു ആ ഫണ്ട് ഫുള്ള് റീഫണ്ട് ചെയ്യും. ഒരു ചാർജസ് പോലും ഇല്ല. അത് നമുക്കിപ്പോ എന്ത് പ്രോസസ് നമ്മുടെ ഫിനാൻസിന്റെ ആണെങ്കിലും അതല്ലെങ്കിൽ എല്ലാ പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് 7 ഡേയ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഫ്രണ്ട്സ്, എറണാകുളം കാക്കനാടുള്ള കാർ 24 ഈ വലിയൊരു യാർഡിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇവിടുത്തെ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടത്. വീഡിയോ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടുന്ന് വാഹനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ ഇതുവരെ ഇവിടെ കാണിച്ച എല്ലാ വണ്ടിയും പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ്. നമ്മുടെ അതിന് ആൻഡ്രോയിഡ് ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ, ആപ്പിൾ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ഉണ്ടെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. കാർ 24 ആപ്പ് അതിൽ അവൈലബിൾ ആണ്. എല്ലാ വണ്ടിയും ഡീറ്റെയിൽസ് ഉണ്ട്. എല്ലാ വണ്ടിക്കും 1 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഫിനാൻസ് സൗകര്യം ഉണ്ട്. ഇനിയിപ്പോ എത്ര ദൂരമുള്ള കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി അവിടെ തന്നെ അല്ലേ എവിടെ നിന്നാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ മാക്സിമം ഇപ്പൊ ഒരു 120 കിലോമീറ്റർ നമുക്ക് ചെയ്യാനുള്ള ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെ, അപ്പൊ ഒരുപാട് കാറുകൾ ഉണ്ട് ഫ്രണ്ട്സ്. അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വന്നോളൂ. ഒന്ന് ഇവിടുത്തെ വാഹനങ്ങളൊക്കെ നിങ്ങൾ കണ്ട് പഠിച്ച് ടെസ്റ്റ് ഡ്രൈവിനുള്ള ഓപ്ഷൻ അല്ലേ? അപ്പൊ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിലയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇവര് വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓടിച്ചൊക്കെ നോക്കിയിട്ട് നെഗോഷ്യബിൾ ആണെന്ന് പറയുന്നുണ്ട്. ആണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ വണ്ടികൾക്കും അല്ല, നമുക്ക് നിശ്ചിത വണ്ടികൾക്ക് നമ്മളത് പ്രൈസ് എന്നൊക്കെ വരും. ആണല്ലേ? അതെ, അത് കസ്റ്റമർ ഞാൻ പറഞ്ഞാലും തന്നെ കസ്റ്റമർ എന്തൊക്കെ മെസ്സേജ് ചെല്ലും. അല്ലാണ്ട് നമുക്കായിട്ട് ഒരു റേറ്റ് എടുത്ത് കൊടുക്കാൻ പറ്റും. ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറയുകയാണെങ്കിൽ 1 വർഷം നമ്മളിപ്പോ ലാസ്റ്റ് കാണിച്ച ആ 2010 വേഗണർ വരെ 1 വർഷം എഞ്ചിനും ഗിയർ ബോക്സിനും വാറന്റി കൊടുക്കുന്നുണ്ട് അല്ലേ? ഇവിടുത്തെ എല്ലാ വണ്ടികൾക്കും അതാണ് അതിന്റെ ഒരു ഇവിടെ ഏതുകൊണ്ട് വണ്ടികൾക്ക് നമ്മളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെഡി ആക്കി കൊടുക്കുകയാണോ ചെയ്യാം? ഇതിപ്പോ നമുക്ക് ആപ്പിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്, കംപ്ലൈന്റ് റേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മുടെ വാറന്റി പാർട്സുകളെല്ലാം കവർ ചെയ്യണതാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ഇവിടുന്ന് ആള് പോയിട്ട് വണ്ടി ജസ്റ്റ് ഇൻസ്പെക്ട് ചെയ്യും. എന്തൊക്കെ കംപ്ലൈന്റ് ഉള്ളതെന്ന് വെച്ചാൽ കവർ ആണെന്ന് വെച്ചാൽ എഞ്ചിൻ വർക്ക് ആണെങ്കിൽ പോലും നമ്മൾ ചെയ്ത് കൊടുക്കും. ഇല്ല, നമ്മൾ പാർട്സ് കവർ ചെയ്യണത് എല്ലാം നോക്കും. നമ്മൾ അതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്നെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ളത് ലോങ് ഒക്കെ ആണെങ്കിൽ അടുത്തുള്ള ഷോറൂമിൽ കൊടുത്തിട്ട് എസ്റ്റിമേറ്റ് എടുത്താൽ ഒരു വർഷം എത്ര കിലോമീറ്റർ 15,000 കിലോമീറ്റർ വരെ നമ്മൾ 15,000 കിലോമീറ്ററോ അല്ല ഒരു വർഷം അതിനാട്ടോ വാറന്റി കൊടുക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.